എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സൗദാമിനി അനിരുദ്ധിനോട് പറയാണ്, നീ എന്താ ഈ പൊട്ടത്തരൊക്കെ കാണിക്കുന്നത്, ഇവളായിട്ട് കളിക്കാൻ നിൽക്കുന്നത് എന്താ, നീ ഒരു വക്കീലാണ്, അത് മറക്കണ്ട, നീയൊരു ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, എന്നിട്ട് നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് അനിരുദ്ധിനോട് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ എന്തായാലും എൻ്റെ ബോന്ധയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അവളുടെ മുഖത്തൊരു ചെറിയ ചിരി വരുന്നത് എനിക്ക് ഗോൾഡ് മെഡലിനേക്കാളും വലുതാണെന്ന് ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ബോന്ധിത്ത് അങ്ങനെ വേദനിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുകയാണ്. ആ ത്രിലോചൻ കെട്ടിക്കൊടുത്ത സാധനം ഇങ്ങനെ കുത്തിയിട്ട് അവളുടെ കൈ വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളത് എന്താ പറയാൻ തയ്യാറാവുന്നില്ല. കാരണം ത്രിലോചൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അനിരുദ്ധിനോട് ഒരിക്കലും ഇത് പറയരുത്, അനിരുദ്ധ് ഒരിക്കലും ഇത് അറിയാൻ പാടില്ല എന്ന് ത്രിലോചന് അവളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇത് പറയുന്നില്ല, അവളൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് കളിക്കാമെന്ന് അവൾ പറയുമ്പോൾ അനിരുദ്ധും അങ്ങനെ അതാ കളി കളിക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി അനിരുദ്ധിൻ്റെ ഒപ്പം ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ബിഹാരി ഇങ്ങനെ വീഴുമ്പോൾ എന്താ ബോന്ധിത്ത് ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. സൗദാമിനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യം വന്നിട്ട് നിൽക്കുന്നുണ്ട്. അവൾക്കിത് തീരെ ഇഷ്ടാവുന്നില്ല. കാരണം ബോന്ധിത്തേനെ അവന് എന്താ സന്തോഷിപ്പിക്കുകയല്ലേ, അതൊന്നും അവൾക്ക് തീരെ ഇഷ്ടാവുന്നില്ല. അപ്പം അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ബോന്ധിത അനിരുദ്ധിൻ്റെയോട് പറയാണ്, എനിക്ക് എന്തായാലും നല്ല സന്തോഷമായി കളി കളിച്ചപ്പോൾ, കണ്ടില്ലേ എൻ്റെ പാവകളൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട് എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. അപ്പം അനിരുദ്ധ് പറയാണ്, ആ കല്യാണം കഴിഞ്ഞത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, അതുകൊണ്ടാണ് അവരിങ്ങനെ ചിരിക്കുന്നതെന്ന് അവനും പറയുമ്പോൾ ബോന്ധിത പറയാണ്, അപ്പോൾ എന്താ നമ്മുടെ കല്യാണത്തിന് എന്താ നിങ്ങൾ ഭയങ്കര എന്താ ദേഷ്യത്തിലായിരുന്നല്ലോ, പിന്നെന്താ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാവരോടും തല്ലിവിടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അനിരുദ്ധിനോട് ചോദിക്കുമ്പോൾ അവന് ഒന്നും പറയാനില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബോന്ധിത അനിരുദ്ധും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുന്ന ടൈമിൽ അവിടെ റിഷ്ത തേരാമേര പറഞ്ഞിട്ട് തന്നെ ഒരു ബരിസ്റ്റർ ബാബുവിൻ്റെ ടൈറ്റിൽ സോങ് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈറ്റിൽ സോങ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് കാണാം. കാരണം അതിൻ്റെ ലിറിക്സ് എല്ലാം ഓരോ സിറ്റുവേഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും കണ്ടാൽ ആ ഫീൽ എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അത് കാണുക. അങ്ങനെ അനിരുദ്ധിനൊന്നും പറയാൻ കിട്ടാതെ അങ്ങനെ അവനവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ആ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് അനിരുദ്ധിനെ തന്നെയാണ്. അവൻ സ്റ്റഡി റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബോന്ധിത അടുത്തേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളോട് പറയണം, ഞാൻ ഈ തയ്യാറെടുപ്പൊക്കെ നടത്തണത് എന്തിനാണെന്നറിയോ, ഞാൻ ഈ ബുക്കൊക്കെ ഇവിടെ ഒതുക്കി വെച്ചത് എന്തിനാണെന്നറിയോ, നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അന്ന് അച്ഛന് വാക്ക് കൊടുത്തില്ല 6 ദിവസത്തിൻ്റെ കാര്യം, അത് നമുക്ക് ശരിയാക്കണം, നമുക്ക് രണ്ടാൾക്കും കൂടി ശരിയാക്കണം, എന്നാലാണ് നമ്മൾ വിജയിക്കുള്ളൂ എന്നിങ്ങനെ ബോന്ധിത്തോട് പറയുമ്പോൾ ബോന്ധിത്ത് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പം അനിരുദ്ധ് പറയാണ്, നിനക്ക് നിൻ്റെ പ്രശ്നം മാറണ്ടേ ബോന്ധിത്ത, നമുക്കിത് ശരിയാക്കണ്ടേന്ന് പറയുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് മാറാനെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പം അനിരുദ്ധ് പറയാണ്, നിനക്ക് രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരും, നിനക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, എന്നാൽ നീ ബെഡൊക്കെ ഇങ്ങനെ നനച്ച് വെക്കില്ല, അങ്ങനെ മൂത്രം വെച്ച് വെക്കില്ല, അപ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോയാൽ മതി, രാത്രി എണിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, നീ പോകുമ്പോൾ ബിഹാരിയോട് പറയുക എൻ്റെ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി, ഞാൻ ഇവിടുന്ന് കഴിക്കണമെന്ന് പറയുമ്പോൾ ബോന്ധിത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് അവനോട് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കാൻ മനസ്സിൽ വന്നു, ഞാനത് ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയുക, എന്താ ചോദ്യം, നിനക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ബോന്ധിത്ത് പറയാണ്, നിങ്ങളെപ്പോഴും പറഞ്ഞുല്ലോ ചെറിയ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, ബാലവിവാഹം നടക്കാൻ പാടില്ല എന്ന്, അതെന്തുകൊണ്ടാ ഇതിവിടൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് അത് നടക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്നിങ്ങനെ ബോന്ധിത അനിരുദ്ധിനോട് ചോദിക്കുകയാണ്. അപ്പം അനിരുദ്ധ് പറയാണ്, ബോന്ധിത ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്, അതേപോലെ തന്നെ വിവാഹം ചെയ്യാനും ഒരു പ്രായമുണ്ട്, അപ്പോഴേ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് നല്ലത്, ഞാനിപ്പോൾ നിനക്കൊരു പഴുത്തതല്ലാത്ത ഒരു പച്ചപ്പഴം തരികയാണ്, നീ അത് കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ ബോന്ധിത പറയാണ്, ഞാനത് കഴിക്കില്ല, കാരണം എൻ്റെ വയറ് നാശാവില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്ന് പറയും. പിന്നെ എഴുതി പറയുന്നുണ്ട്, ഇപ്പം നീ ഒരു പൂവിനെ അതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അതിന് പൊട്ടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ബോന്ധിത പറയണേ ഇല്ല, കാരണം അത് വളർന്നിട്ട് പൊട്ടിക്കാൻ പാടുള്ളൂ, എന്നാലും അതിന് മണമൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ബോന്ധിത അങ്ങനെ പറയുന്നുണ്ട്. അപ്പം എഴുതി പറയാണ്, അതേപോലെ തന്നെയാണ് ഒരു പ്രായമുണ്ട് കല്യാണം കഴിക്കാൻ, അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നിങ്ങനെ ബോന്ധിതക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് അവൻ ഓരോ ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോന്ധിത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ അവനോട് പറയാണ്, അപ്പോൾ നമ്മുടെ വിവാഹവും ഈ ബാലവിവാഹമല്ലേ, അതെന്താ തെറ്റല്ലേ എന്നിങ്ങനെ അനിരുദ്ധിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ബോന്ധിത്തോട് പറയാണ്, ഇതിപ്പോൾ എന്തായാലും ഞാൻ നിന്നോട് പറയുന്നില്ല, ഇതിനും ഒരു സമയമുണ്ട്, അപ്പം ഞാൻ നിന്നോട് പറയാം ഇതിൻ്റെ ഉത്തരം എന്നിങ്ങനെ അവളോട് പറയാണ്. അവളോട് അച്ഛൻ്റെ അടുത്ത് അവൻ വെല്ലുവിളിച്ചിട്ടില്ല, ആ കാര്യത്തിന് അവൻ്റെ ഒപ്പം ഉണ്ടാവണം, എന്നാലേ നമ്മൾ ജയിക്കുള്ളൂ എന്ന് അവളോട് പറയുമ്പോൾ അവൾ അതിനിങ്ങനെ സമ്മതിക്കുന്നുണ്ട്, അവളും കൂടെ ഉണ്ടാവും അവന് വാക്ക് കൊടുക്കുകയാണ്. ബോന്ധിത ഡൈനിങ് ടേബിൾ
അവളുടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയാണ് മണം ഇത്ര രസമാണെങ്കിൽ എന്താവും ഫുഡിൻ്റെ രുചി, നല്ല രുചി ഉണ്ടാവൂലേ എന്നിങ്ങനെ അവളിങ്ങനെ ഒറ്റക്ക് നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ബിഹാരി ഇങ്ങനെ ബട്ടൂക്കിന് ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബിഹാരിയോട് അവൾ ചോദിക്കുകയാണ് എനിക്ക് എപ്പോഴാണ് ഫുഡ് തരാമെന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ത്രിലോചനാണ് അതിന് മറുപടി കൊടുക്കുന്നത്. ത്രിലോചൻ പറയാണ് അനിരുദ്ധ് കഴിച്ചതിന് ശേഷം നീ കഴിക്കുള്ളൂ, അങ്ങനെയാണ് രീതി, ഭർത്താവ് കഴിച്ചതിന് ശേഷമാണ് ഭാര്യ കഴിക്കാൻ പാടുള്ളൂ നിങ്ങൾ അവളോട് പറയുന്നുണ്ട്. സോമനാഥ് അവിടെ നിന്ന് പറയുന്നുണ്ട് ചേട്ടൻ്റെ സ്റ്റഡി റൂമിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്ക് ബിഹാരി എന്ന് പറയാണ്. അപ്പോൾ ബോന്തിത്ത് പറയാണ് അപ്പോൾ എനിക്ക് ഇനി ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ ത്രിലോചൻ അവളിങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ ബട്ടൂക്ക് ത്രിലോചനോട് പറയാണ് ഇവളെന്തായാലും നമ്മുടെ അടുത്തിരുത്തിയിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇവളെന്തായാലും അശുദ്ധല്ലേ, പവിത്രമല്ലല്ലോ, അതുകൊണ്ട് അവളിനെ അകത്തിരുത്തിയിട്ടല്ലേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് ത്രിലോചനോട് പറയുമ്പോൾ ത്രിലോചൻ പറയാണ് എന്തായാലും ഇവൾ നമ്മുടെ അടുത്തിരുന്നിട്ടല്ല ഫുഡ് കഴിക്കാൻ പോകണം, ഇവള് എന്തായാലും നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് നിലത്ത് ഇരിക്കാൻ വേണ്ടി പറയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോധ്യത്ത് നിലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബിഹാരി ബട്ടൂക്കിന് ഒരു തണുത്ത പൂരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടൂക്ക് പറയാണ് ഇത് തണുത്തതാണെന്ന് പറയുമ്പോൾ ത്രിലോചൻ പറയാണ് ബിഹാരി നിനക്കറിയില്ലേ ആൺകുട്ടികൾക്ക് തണുത്ത പൂരി കൊടുക്കാൻ പാടില്ല, അത് മരുമോൾക്ക് കൊടുക്കുക, അവരാണ് അത് കഴിക്കേണ്ടത്, സ്ത്രീകളാണ് കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബോധ്യത്ത് അങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തപ്പത് എൻ്റെ ഭർത്താവ് പറഞ്ഞല്ലോ രണ്ടാളും ഒരേപോലെയാണ്, എന്താ ഭാര്യയും ഭർത്താവും ഒരേപോലെയാണെന്ന് ഇങ്ങനെ അവൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ത്രിലോചന അവളുടെ മുഖം കണ്ടിട്ട് ഇങ്ങനെ പറയാണ് എന്താ നിനക്ക് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടോ നിങ്ങൾ അവളോട് ചോദിക്കുകയാണ്. ഇത്ര മാത്രമേ ആലോചിച്ചുള്ളൂ, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല സ്ത്രീകൾക്ക് തണുത്തതൊക്കെ കഴിക്കാൻ പാടുള്ളൂ, തണുത്തതാണ് അവർ കഴിക്കുക എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിന് പകരം ഞങ്ങൾക്ക് തണുത്ത കാറ്റും തണുത്ത എന്താ പറയുക പ്രകാശമൊക്കെ ആണെങ്കിൽ എന്ത് നല്ലതായിരിക്കും, നിങ്ങൾക്കൊക്കെ ചൂടുള്ള കാറ്റൊക്കെയാണ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ നല്ല രസമാവില്ല എന്നൊക്കെ ബോധ്യത്തെ ഇങ്ങനെ ത്രിലോചനോട് പറയാണ്. അപ്പോൾ ത്രിലോചൻ പറയാണ് നിനക്ക് ഈ തണുത്ത പൂരി ഇതുകൊണ്ടാണ് തന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്ക് എന്താ പറയാൻ കിട്ടുന്നില്ല, ആളിങ്ങനെ ബബ്ബടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ത്രിലോചൻ. അപ്പോൾ ബോധിത പിന്നെയും ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ ദുർഗാദേവിയൊക്കെ ഉള്ളത്, കാളിയൊക്കെ ഉള്ളത്, അപ്പോൾ അവർ എന്താ സ്ത്രീകളല്ലേ, എന്നിട്ട് നമ്മൾ അവരെ ആരാധിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്ക് വലിയ ഇത് കൊടുക്കുന്നില്ല, വലിയ ബഹുമാനം കൊടുക്കുന്നില്ല, അവർക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് ബോധിത്ത് അങ്ങനെ ത്രിലോചനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചനുള്ള ചീത്ത പറയണം നീ തർക്കുത്തരം പറയാതെ മിണ്ടാതെ ഇരുന്ന് കഴിക്കുന്ന അവളോട് പറയുന്നുണ്ട്. പിന്നെ ബിഹാരി ഇങ്ങനെ ബട്ടൂക്കിന് രസഗുള കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ബോന്തിത്ത എനിക്കിപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്താ ബട്ടൂക്കിന് ഇങ്ങനെ പെട്ടെന്ന് എരിവെടുക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട് അവന് വെള്ളം കൊടുക്കുമെന്ന് പറയുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ രസഗുള അവിടെ വെച്ചിട്ട് അവന് വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ബിഹാരി. അപ്പോൾ അവൾ ഇങ്ങനെ വിചാരിക്കുകയാണ് അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ആ രസഗുള എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പെട്ടെന്ന് പറയുകയാണ് അയ്യോ എനിക്ക് എരിയണേ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ വിളിക്കുന്നുണ്ട്, അയ്യോ എനിക്ക് എരിയണേ വേഗം ആയോ, വെള്ളം തായോ, വെള്ളമല്ല എനിക്ക് മധുരം തായോ എന്നിങ്ങനെ അവളിങ്ങനെ ഓളിട്ടിട്ട് ഇങ്ങനെ അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി ഇങ്ങനെ ആ രസഗുള എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ അവളത് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും അനിരുദ്ധ അത് വന്നിട്ട് എടുക്കുകയാണ്. എടുത്ത് പറയാണ് നീ ഇത് കഴിക്കുന്നതൊക്കെ നിർത്തിക്കോ, രസഗുള പിന്നെ ലഡു അങ്ങനത്തെ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കണത് നിർത്തിക്കോ, ഞാനിപ്പോൾ ഒരു ബുക്ക് വായിച്ചു അതിൽ പറയുന്നുണ്ട് അധികം മധുരം കഴിച്ചാൽ നീ കൂടുതൽ വെള്ളം കുടിക്കും, നീ കൂടുതൽ വെള്ളം കുടിച്ചാൽ നീ ബെഡൊക്കെ ആകെ നനച്ച് വെക്കുന്നതിനെ അവൻ പറയാണ്. അപ്പോൾ ബോന്തിത്ത അവനോട് പറയുന്നുണ്ട് രണ്ടിട്ട് കാട്ടാണല്ലേ ബട്ടൂക്കിനെ കൊടുക്കൂലേ രസഗുള എനിക്ക് തരില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും കുറേ അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവളെ. പിന്നെ ബോന്തിത്ത അങ്ങനെ ഒറ്റക്ക് നിന്ന് പറയുന്നതാണ് കാണിക്കുന്നത് എനിക്കാണെങ്കിൽ രസഗുള തരുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പോലും അങ്ങനെ സമ്മതിക്കണില്ല, ഇത് ശരിക്കും ഭർത്താവാണോ അതോ രാക്ഷസനാണോ എന്നൊക്കെ ഇങ്ങനെ ബോന്തിത്ത അങ്ങനെ ഒറ്റക്ക് നിന്ന് പറയാണ്. അപ്പോഴാണ് അവൾ ഇങ്ങനെ ഒരു ചാർട്ട് കാണുന്നത്, അവിടെ ഒരു ചാർട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ രസഗുളൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ ചിത്രങ്ങളൊക്കെ അതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറയാണ് ഓ എപ്പോഴും എനിക്ക് ഇതാണല്ലോ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ് ഇത് നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുന്ന് വെച്ചത്, ചിത്രങ്ങളൊക്കെ കൊടുത്തത് ഇതുകൊണ്ട് മാത്രമാണ്, നിനക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ എടുക്കാമല്ലോ, നീ ഒരിക്കലും മറക്കില്ല, ഇത് കൺമുന്നിലുണ്ടെങ്കിൽ നീ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ അങ്ങനെ അവൻ പറയുന്നുണ്ട്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൾക്ക് വായിക്കാൻ അറിയില്ല എന്ന് അവനറിയില്ല കേട്ടാ. അപ്പോൾ അവളുടെ കൈമത്ത ആ സാധനം കുത്തിയിട്ട് അവൾക്ക് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആവുമെന്ന് പറയുമ്പോൾ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് അത് കൊതു കുത്തിയതാണ് അല്ലാണ്ട് ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയണേ എനിക്ക് കൊതുവിനെ കാണാനുമില്ല അത് കുത്തൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ബോധിത് ഇങ്ങനെ കൊതുവിനെ ഇങ്ങനെ അടിക്കണ പോലെയൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോന്ത് പറയാണ് ചിലപ്പോൾ കൊതുവും ചിലപ്പോൾ എന്താ ആണും പെണ്ണും തമ്മിലുള്ള എന്താ രണ്ടിട്ട് കാട്ടുന്നുണ്ടാവും, എന്താ പെണ്ണുങ്ങൾക്ക് തീരെ സ്ഥാനം കൊടുക്കുന്നുണ്ടാവില്ല, അവരെ മാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും കൊതു എന്നിങ്ങനെ അനിരുദ്ധിനോട് പറയാണ്. അപ്പോൾ
അനിരുദ്ധ വേറെ പറയുന്നുണ്ട് അവൾക്കുള്ള ബെഡൊക്കെ അവൻ വിരിച്ച് വെച്ചിട്ടുണ്ട്, അതായത് കട്ടിൽമ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ അവൻ വിരിച്ച് വെച്ചിട്ടുണ്ട്, നീ ഇതിലാ ഉറങ്ങേണ്ടത് എന്ന് അവളോട് പറയുമ്പോൾ അവൾ പറയണ ഇതുകൊണ്ടൊക്കെ എൻ്റെ ഈ ബുദ്ധിമുട്ട് മാറും തോന്നുന്നുണ്ട്, അതൊക്കെ മാറുമെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ഇതുകൊണ്ട് മാറുമെന്നല്ല, ഇത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, നമ്മൾ ഒരുമിച്ച് നിന്നാലേ മാറുള്ളൂ എന്നൊക്കെ അവൻ അവളോട് പറയുന്നുണ്ട്. സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സൗരഭിനെയും സമ്പൂർണ്ണനെയാണ്. അപ്പോൾ അവർ തമ്മിലൊരു റൊമാൻറ്റിക് സീനാണ് ആദ്യം കാണിക്കുന്നത്. പക്ഷേ ആ റൊമാൻറ്റിക് സീൻ എൻഡ് ചെയ്യണത് ഒരു ട്രാജഡിയിലാണ്. കാരണം സൗരഭ് അവളോടൊരു മുല്ലപ്പൂ വെക്കാൻ വേണ്ടി പറയും. അവൾക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതൊരു മുല്ലപ്പൂ മാലയാണ്. അപ്പോൾ അവൻ അത് അണിയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അവളത് അണിയാൻ വേണ്ടിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ കണ്ണാടിയിൽ കൂടെ ബാക്കിൽ നിന്നിട്ട് സൗരഭിൻ്റെ അമ്മ അത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അവൾക്ക് 5 ആടുകൾ കൊടുത്തില്ലെങ്കിൽ സൗരഭിനായിട്ട് അടുക്കരുതെന്ന് പറഞ്ഞില്ല. അവൾ അതൊക്കെ ആലോചിച്ചിട്ട് ആ മാല അണിയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ സൗരഭ് അവളോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തായി കാണിക്കുന്നത്, ഞാൻ നിന്റെ ഭർത്താവാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായി ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവൾ അവിടെ നിന്ന് കരയാണ്. എന്നിട്ട് അവൻ കൊടുത്ത ആ മുല്ലപ്പൂവിൻ്റെ മാല പൊട്ടിച്ചെറിയാണ്. അപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ബോന്തി തന്നെ കാണിക്കുന്നത്. ബോന്തിത്ത് ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു ജാതി സാധനമാണ്, ഇപ്പോൾ അതാ ഈ ചിത്രമൊക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊടുന്ന് ഒട്ടിച്ചെന്നിട്ട് എന്നെ പിന്നെയും കൊതിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ കിടന്നിട്ട് ഉറങ്ങാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അനിരുദ്ധ അവളെ വന്ന് വിളിക്കുന്നുണ്ട് എണീച്ചിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ എണീക്കുന്നില്ല. അവളിങ്ങനെ അവൻ പല വഴിയും അവളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ക്ലാസ് ഒക്കെ എടുത്തിട്ട് നിലത്തുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ് ഇത് ഉറങ്ങേണ്ട സമയമാണ്, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുമ്പോൾ അവിടേക്ക് സൗദാമിനി വരുന്നുണ്ട്. സൗദാമിനി വന്നിട്ട് അവളെ എണീപ്പിച്ചിട്ട് ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അനിരുദ്ധ അവൾ തിരിച്ചു വന്നപ്പോൾ പറയാണ് നീ വന്നത് എന്തായാലും നന്നായി, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അവളോട് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അവൾ പോകാതെ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നീ എന്തിനാ ബുക്കുകളൊക്കെ അവിടെ വെച്ചേക്കുന്നത്, നീ എന്തിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നതെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവൾ ബോന്തിത്തേനെ കുറിച്ചാവില്ല, ബോന്തിത്തയുടെ ഈ സ്വഭാവത്തിനെ കുറിച്ചാവില്ല, ഈ ചീത്ത സ്വഭാവം മാറ്റാനുള്ള വഴി നോക്കാവൂലേ നീ എന്നൊക്കെ അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് നീ പോവോ സൗദാമിനി ഇവിടുന്ന്, നീ ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല, നീ പോവെന്ന് പറയുമ്പോൾ അവൾ പിന്നെയും പോവാതെ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ പെയിൻ്റ് ആയിട്ടുണ്ടാവും, അത് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവനും അവളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് 39ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സ് ആരും മിസ്സാക്കരുത്, നല്ല നല്ല എപ്പിസോഡ്സ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.